സുവിശേഷ വചനങ്ങൾ കേട്ടുവാഴ്ത്തിടാൻ നാഥ ഒരു മനസ്സ്. വചനം നിൻ വചനം എന്ന ശുശ്രൂഷയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും എന്നും എപ്പോഴും വന്ന് വസിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ബൈബിൾ എന്നത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവശ്വാസം പോലെ അവന് പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നാൽ ക്രിസ്ത്യാനിയായി ജനിക്കുകയും അനേക വർഷം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളരുകയും ചെയ്ത പലർക്കും ബൈബിളിനെ സംബന്ധിച്ച് ഒരു ശരിയായ ജ്ഞാനം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പലർക്കും ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് എന്നതിലുപരി ബൈബിൾ ആരെഴുതി, എപ്പോഴെഴുതി, എങ്ങനെ എഴുതി എന്നോ, ബൈബിൾ എത്ര തരം ബൈബിൾ ഇന്ന് നമുക്ക് വാങ്ങിക്കുവാനും വായിക്കുവാനുമായി ലഭിക്കുന്നുണ്ട്, ഈ ബൈബിളുകൾ തമ്മിലുള്ള വ്യത്യാസമെന്ത്, ബൈബിളിൽ എത്ര അധ്യായങ്ങളുണ്ട്, ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്, ബൈബിളിൽ എത്ര വാക്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു കാത്തലിക് ബൈബിളും ഒരു പ്രൊട്ടസ്റ്റന്റ് ബൈബിളും തമ്മിലുള്ള വ്യത്യാസമെന്ത്, അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഈ വീഡിയോ വഴി ഒരുപക്ഷെ ബൈബിളിനെ പറ്റി പഠിക്കുവാനും ചിന്തിക്കുവാനും അല്പം കൂടുതലായി അറിയുവാനും ഒരു അവസരം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആദ്യമായി ബൈബിൾ എന്ന പദം അല്ലെങ്കിൽ വാക്ക് എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. ബൈബിൾ എന്ന പദം ഉണ്ടായത് ബിബ്ലിയ എന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ബൈബിൾ എന്ന പദം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും ബൈബിൾ എന്ന് തന്നെ ഉപയോഗിക്കുകയും, എന്നാൽ ബൈബിളിനെ സത്യവേദ പുസ്തകമെന്നും വിശുദ്ധ ഗ്രന്ഥമെന്നും വിളിച്ചു വരാറുണ്ട്. ഇനി ബൈബിൾ എന്ന ഗ്രീക്ക് പദം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനടുത്ത് ഗബേൽ എന്ന ഒരു പട്ടണമുണ്ട്. ഈ പട്ടണത്തിൽ വളരെ സുലഭമായി വളരുന്ന ഒരു ചെടിയാണ് പപ്പീറസ്. പപ്പീറസിൽ നിന്നാണ് പേപ്പർ ഉണ്ടായത്. ഈ പേപ്പറാണ് ഈജിപ്തുകാരും റോമാക്കാരും ഗ്രീക്കുകാരുമെല്ലാം ചുരുളുകൾ എഴുതുവാനായി ഉപയോഗിച്ചത്. എന്നാൽ ഈ ഗബേൽ എന്ന പട്ടണം ഗ്രീക്ക് അധിനിവേശത്തിലായപ്പോൾ ആ പട്ടണത്തിന് ബിബ്ലിയോൺ എന്ന പേരിടുകയുണ്ടായി. അങ്ങനെ ബിബ്ലിയോണിൽ ഉൽപ്പാദിപ്പിച്ച പേപ്പറിൽ നിന്ന് ബൈബിൾ എഴുതുവാൻ ഇടയായതുകൊണ്ടാണ് ബൈബിൾ എന്ന വാക്ക് ഗ്രീക്കിലുണ്ടായത്. ഇതിന്റെ പിന്നിൽ വളരെ വലിയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം മുഴുവൻ ഇവിടെ പറയുവാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കത്തിൽ എങ്ങനെ ബൈബിൾ എന്ന പദം ഉണ്ടായി എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചു എന്ന് മാത്രം. രണ്ടാമതായി, ബൈബിൾ ആരെഴുതി, എപ്പോഴെഴുതി, എന്തിനെഴുതി, അല്ലെങ്കിൽ എങ്ങനെ എഴുതി? വിശുദ്ധ ഗ്രന്ഥം 2 തിമോത്തി 3:16 ഇങ്ങനെ പറയുന്നു: വിശുദ്ധ ലിഖിതം എല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ചരിത്രം നമ്മളോട് പറയുന്നു 1500 വർഷങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇരുന്ന പല മനുഷ്യർ എഴുതിയ ഈ പുസ്തകങ്ങൾ ഒരാൾ എഴുതിയതുപോലെ നമുക്ക് തോന്നുവാൻ കാരണം അത് പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി എഴുതപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. പ്രിയ സഹോദരങ്ങളെ, ബൈബിളിന്റെ പ്രധാന രചയിതാക്കളായ യേശയ്യ ഒരു പ്രവാചകനായിരുന്നു, എസ്ര ഒരു പുരോഹിതനായിരുന്നു, മോശ ഒരു ആട്ടിടയനായിരുന്നു, മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു, ജോൺ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു, പോൾ ഒരു ടെന്റ് നിർമ്മാതാവായിരുന്നു, ലൂക്ക ഒരു ഡോക്ടറായിരുന്നു. ഇവരെല്ലാം വിവിധ സാഹചര്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകങ്ങളെല്ലാം എഴുതുവാൻ ഇടയായത്. ഇനി ദാവീദ്
യുദ്ധസമയങ്ങളിൽ ബൈബിൾ എഴുതുവാൻ ഇടയായി. സോളമൻ സമാധാനത്തിന്റെ സമയത്ത് ബൈബിൾ എഴുതുവാൻ ഇടയായി. ലൂക്ക കപ്പൽ യാത്രയിൽ ബൈബിൾ എഴുതുവാൻ ഇടയായി. പൗലോസ് തടവറയിൽ നിന്നുകൊണ്ട് എഴുതി. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിന്നെഴുതി. ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ ഒരാൾ എഴുതിയതുപോലെ നമുക്ക് തോന്നുവാൻ കാരണം ഇത് പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായതുകൊണ്ടാണ്. മൂന്നാമതായി, ഇനി ബൈബിൾ എത്ര തരമുണ്ട് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബൈബിളിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു: പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും. പുതിയ നിയമം എന്നും പഴയ നിയമമെന്നും തിരിച്ചിരിക്കുന്ന ബൈബിൾ ഒരു വായനക്കാരന് ഇന്ന് രണ്ട് തരം ബൈബിൾ സുലഭമാണ്. പ്രധാനമായും രണ്ട് തരം ബൈബിൾ സുലഭമാണ്. ഒന്ന് പ്രൊട്ടസ്റ്റന്റ് ബൈബിളും, രണ്ട് കത്തോലിക്ക ബൈബിളും. കത്തോലിക്ക ബൈബിളിൽ പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും അടങ്ങി മൊത്തം 73 പുസ്തകങ്ങളാണ് ഒരു കത്തോലിക്ക ബൈബിളിൽ ഉള്ളത്. എന്നാൽ ഒരു പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ, ഉദാഹരണമായി കിങ് ജെയിംസ് വെർഷൻ പോലെയുള്ള പ്രസിദ്ധമായ കിങ് ജെയിംസ് വെർഷൻ പോലെയുള്ള പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ 39 പുസ്തകങ്ങളെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. പുതിയ നിയമത്തിൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലും കത്തോലിക്ക ബൈബിളിലും 27 പുസ്തകങ്ങൾ വീതം രണ്ട് ബൈബിളിലും. ഒരു കത്തോലിക്ക സഭയുടെ ബൈബിൾ അല്ലെങ്കിൽ ഒരു POC ബൈബിളിൽ 73 പുസ്തകങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമാണുള്ളത്. അങ്ങനെ 1334 അധ്യായങ്ങളാണ് ഒരു കത്തോലിക്ക ബൈബിളിലുള്ളത്. പഴയ നിയമത്തിൽ 1074 അധ്യായങ്ങളും പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങളും കൂടി 1334 അധ്യായങ്ങൾ. ഈ 1334 അധ്യായങ്ങളിൽ 35,397 വചനങ്ങളാണ്. ഇനി പഴയ നിയമത്തെ 3ആയി വിഭജിച്ചിട്ടുണ്ട്. പ്രധാനമായും 3ആയി വിഭജിച്ചു. അതായത് ചരിത്ര പുസ്തകങ്ങൾ, ജ്ഞാനത്തിന്റെ പുസ്തകങ്ങൾ, പ്രവാചക ഗ്രന്ഥം എന്നിങ്ങനെ പഴയ നിയമത്തെ പ്രധാനമായും 3ആയി തിരിച്ചിരിക്കുന്നു. ഇനി പുതിയ നിയമത്തെ സുവിശേഷങ്ങൾ, അപ്പസ്തോല പ്രവർത്തനം, ലേഖനങ്ങൾ, വെളിപാട് എന്നിങ്ങനെ 4ആയി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പഴയ നിയമത്തെ 3ആയി തിരിച്ചിരിക്കുന്നു, പുതിയ നിയമത്തെ 4ആയി തിരിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇനി നമുക്ക് കർത്താവിന്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാം. കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനമായും 3 ബൈബിൾ ഗ്രന്ഥങ്ങൾ പ്രചരിച്ചിരുന്നു. യഹൂദന്മാരുടെ പൂർവികന്മാർ സംസാരിച്ചിരുന്ന ഹീബ്രു ഭാഷയിൽ എഴുതിയ ഹെബ്രായ ലേഖനം. 2, എന്നാൽ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഭൂരിപക്ഷം യഹൂദരും അരമായ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അങ്ങനെ അരമായ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഹീബ്രു ഭാഷയിൽ നിന്നും അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ നിന്നും അരമായ ഭാഷയിലേക്ക് തർജിമ ചെയ്യപ്പെട്ട ബൈബിളിനെ തർഗൂമുകൾ എന്ന് അറിയപ്പെട്ടിരുന്നു. മൂന്നാമതായി അറിഞ്ഞിരുന്ന അല്ലെങ്കിൽ മൂന്നാമതായി ഉണ്ടായിരുന്ന ഒരു ബൈബിളാണ് സപ്തതി എന്ന് പറയുന്നത്. സപ്തതി എന്ന് പറയുവാൻ കാരണം ഇത് 70 പേര് കൂടി തർജ്ജമ ചെയ്യപ്പെട്ട ഒരു ബൈബിൾ ആയതുകൊണ്ടാണ് ഇത് സപ്തതി എന്ന് വിളിക്കുവാൻ കാരണം. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന ചക്രവർത്തി യവന സംസ്കാരം യഹൂദന്മാരുടെ ഇടയിൽ പ്രചരിക്കണം അല്ലെങ്കിൽ പ്രചാരണം നേടണമെന്ന് അലക്സാണ്ടർ ദി ഗ്രേറ്റ് ചക്രവർത്തി ആഗ്രഹിച്ചിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകമാണ് ബൈബിളാണ് സപ്തതി. ഇതുകൊണ്ട് തന്നെയാണ്
പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും തന്നെ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിരുന്നത്. ഇനി മലയാള ഭാഷയിലെ മലയാളം ബൈബിളിലേക്ക് വരാം. പ്രിയ സഹോദരങ്ങളെ, കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന മലയാളി സമൂഹത്തിന്, മലയാളികൾക്ക് 18-ാം നൂറ്റാണ്ട് വരെ സ്വന്തമായ അവരുടെ ഭാഷയിൽ ഒരു ബൈബിൾ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സുറിയാനി ഭാഷയിലുള്ള ബൈബിളാണ് അന്ന് വരെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1811 റംബാൻ ബൈബിൾ എന്ന ഒരു ബൈബിൾ തർജ്ജമ ചെയ്യപ്പെടുകയുണ്ടായി. പിന്നീട് 1825 CMS മിഷണറി ആയിരുന്ന ബ്രിട്ടീഷുകാരനായിരുന്ന ബെഞ്ചമിൻ ബെയ്ലിയുടെ സഹായത്തോടുകൂടി ബ്രിട്ടീഷുകാരനായിരുന്ന ബെഞ്ചമിൻ ബെയ്ലി ത്രിഭാഷാ പണ്ഡിതനായിരുന്ന ചാത്തുമേനോന്റെയും സംസ്കൃത ഭാഷാ പണ്ഡിതനായിരുന്ന വൈദ്യനാഥ അയ്യരുടെയും സഹായത്തോടുകൂടി 1859 ആണ്ടോടുകൂടി പൂർണ്ണമായ ഒരു ബൈബിൾ അച്ചടിക്കുകയുണ്ടായി. ആ അച്ചടിച്ച പുസ്തകത്തെ സത്യവേദ പുസ്തകം എന്ന മലയാള പരിഭാഷയോടുകൂടി ഹെഡിങ്ങോടുകൂടിയാണ് അച്ചടിക്കപ്പെട്ടത്. കേരള കത്തോലിക്ക സഭ നമ്മളോട് വായിക്കുവാനും പഠിക്കുവാനും അനുശാസിക്കുന്ന ബൈബിൾ, POC ബൈബിൾ 1967 കൂടിയാണ് മലയാളികൾക്ക് ലഭ്യമായത്. കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ 1967 KCBC POC അല്ലെങ്കിൽ പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ സ്ഥാപിക്കുകയും ആ പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ 1981 കൂടി POC ബൈബിൾ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ബൈബിൾ കത്തോലിക്കർക്ക് വേണ്ടി പ്രിന്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇനി മറ്റൊരു കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഒരു പ്രൊട്ടസ്റ്റന്റ് ബൈബിളും ഒരു കത്തോലിക്ക ബൈബിളും തമ്മിൽ 7 പുസ്തകങ്ങളുടെ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ 7 പുസ്തകങ്ങൾ കത്തോലിക്ക ബൈബിളിൽ നിന്ന് കുറവാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഇങ്ങനെ കുറവുണ്ടാകാനായിട്ടുള്ള കാരണം എന്ത് എന്ന് കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഒരു കുറവ് വരുവാൻ കാരണം വ്യത്യസ്തങ്ങളായ ക്യാനനുകൾ ഉള്ളതുകൊണ്ടാണ്. എന്താണ് ഒരു ക്യാനൻ? സഭ ഔദ്യോഗികമായി ദൈവനിവേശിതമായി അംഗീകരിച്ച് കണക്കാക്കി പരിപാലിക്കുന്ന പുസ്തകങ്ങളുടെ ഒരു പട്ടികയാണ് ക്യാനൻ. പ്രിയ സഹോദരങ്ങളെ, ഉദാഹരണമായി AD 50 AD 150 ഇടയിൽ പല പുസ്തകങ്ങളും അനേക പുസ്തകങ്ങൾ അനേകർ എഴുതുകയുണ്ടായി. ഇങ്ങനെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ സഭയിൽ അന്ന് ഉണ്ടായിരുന്ന ക്രിസ്തീയ സഭയിൽ വായിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ സഭയിൽ വായിക്കുകയും അംഗീകരിക്കുകയും ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ പൊതു പൈതൃകമായി തീർന്നു. ഇങ്ങനെ പൊതുവായ പൈതൃകങ്ങളുടെ ഒരു പട്ടികയാണ് ക്യാനൻ എന്ന് അറിയപ്പെടുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 1517 പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. മാർട്ടിൻ ലൂതർ എന്ന ഒരു പുരോഹിതന്റെ നേതൃത്വത്തിലായിരുന്നു ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നീട് ജോൺ കാൽവിൻ എന്ന മനുഷ്യനും ഈ അദ്ദേഹത്തിൻ്റെതായ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൽ കൂടി ഉണ്ടായ ഒരു പുസ്തകമാണ്, ബൈബിളാണ് പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ. കത്തോലിക്ക ബൈബിളിലെ 73 പുസ്തകങ്ങളിൽ നിന്ന് അവർ 7 പുസ്തകങ്ങൾ നീക്കം ചെയ്യുകയുണ്ടായി. അവർ പറയുന്നത് ഈ 7 പുസ്തകങ്ങൾ ദൈവനിവേശിതമായ, പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ പുസ്തകങ്ങളല്ല എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ പരിണത ഫലമായി 1611 കിങ് ജെയിംസ് വേർഷൻ എന്ന ഒരു ബൈബിൾ സമാഹാരം അച്ചടിക്കുകയും
പുതിയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം നമ്മുടെ സാഹചര്യം എന്തായിരുന്നു കൊള്ളട്ടെ, ബൈബിളിൽ അതിന് ഒരു ആൻസർ ഉണ്ട്, ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ബൈബിൾ പഠിക്കുന്നത് കൂടിയും ബൈബിൾ വായിക്കുന്നതിൽ കൂടിയും മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ യോശുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, പ്രിയ സഹോദരങ്ങളെ, ഞാനും എൻ്റെ കുടുംബവും യഹോവയിൽ ആശ്രയിക്കും എന്ന് ജോഷുവ പറഞ്ഞതുപോലെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, പ്രിയ സഹോദരങ്ങളെ, ബൈബിൾ എന്താണ്, എങ്ങനെ രചിക്കപ്പെട്ടു, എപ്പോൾ രചിക്കപ്പെട്ടു, ആർക്കു വേണ്ടി രചിക്കപ്പെട്ടു എന്ന് ക്രിസ്ത്യാനിയായ നാമെല്ലാവരും അറിഞ്ഞിരിക്കണം. അറിയേണ്ടത് നമ്മുടെ കടമയാണ്. ഈ എളിയ വീഡിയോ വഴി ബൈബിളിനെ പറ്റി അല്പമെങ്കിലും നിങ്ങൾക്ക് കൂടുതലായി അറിയുവാൻ ഇടയായി എന്ന് വിചാരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും സമാധാനവും ആശംസിക്കുന്നു.